നമസ്കാരം. അവസാന കാലഘട്ടമായപ്പോഴത്തേക്കും എല്ലാ മേഖലകളിൽ നിന്നും സർക്കാരിന് തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ 2016 മത്സരിച്ച് ജയിച്ച KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യതയാക്കിയിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധിച്ചിരുന്നു ഹൈക്കോടതി. KM ഷാജിക്കെതിരെ കേസ് കൊടുത്ത നികേഷ് കുമാർ ആയിരുന്നു. മുമ്പത്തെ ഈ റിപ്പോർട്ടർ ചാനലിലെ ഇന്ത്യ വിഷൻ്റെ MD ആയിരുന്ന നികേഷ് കുമാറാണ് കേസ് കൊടുത്തിരുന്നത്. ആ കേസിൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിധി എന്താണ് വന്നിരിക്കുന്നത്? ഹൈക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതി പറഞ്ഞത് എന്താ? മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ പ്രചരണം നടത്തി KM ഷാജി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അയോഗ്യരാക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നികേഷ് കുമാറിൻ്റെ പരാതിയിൽ ഉണ്ടായ വിധിയെ മറികടന്നുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി സുപ്രധാന വിധി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അയോഗ്യത പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. പ്രസിഡന്റിന്റെ അധികാരം ഹൈക്കോടതി ഉപയോഗിച്ചത് ശരിയായ നടപടിയല്ല. 2-3 കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധി ഭാഗികമായി സ്റ്റേ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിയമസഭയിൽ പങ്കെടുക്കാം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇതിപ്പം പൂർവ്വകാല അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എല്ലാം 5 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ട എല്ലാം അദ്ദേഹം തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സാലറി അടക്കം നിയമസഭയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള യോഗ്യത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കും. എന്തായാലും KM ഷാജിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് CPM-നാണ്, അതോടൊപ്പം നികേഷ് കുമാറിനാണ്. നികേഷ് കുമാറിന് എതിരെ KM ഷാജി ഏറ്റവും ചുരുങ്ങിയത് 10 കോടി രൂപ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അത് അങ്ങനെ വന്നാൽ നികേഷ് കുമാർ അത് കൊടുക്കേണ്ടി വരും. കാരണം ഒരു കള്ളക്കേസാണ് നികേഷ് കുമാർ കൊടുത്തത്. ആ നികേഷ് കുമാറിൻ്റെ കള്ളക്കേസ് ആദ്യം ഹൈക്കോടതി അയോഗ്യത ഡിക്ലെയർ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിധിച്ചെങ്കിലും ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസ് നാഗരത്നയുടെ സുപ്രധാന വിധിയിലൂടെ ഇതുമാതിരിയുള്ള ധാരാളം കേസുകൾക്ക് പരിഹാരമായി എന്നുള്ളതാണ് സത്യം. എന്താണ് ആരോപണം? അഴീക്കോട് മണ്ഡലത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തി വിജയിച്ചു, ജനങ്ങളുടെ സമുദായ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, എന്നിട്ട് വോട്ട് തട്ടിയെടുത്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അവിടുത്തെ തിരിച്ചടി ഉണ്ടായത് നികേഷ് കുമാറിനാണ്. പൊട്ടക്കിണറ്റിൽ ഇറങ്ങി അവിടെ വെള്ളം പരിശോധിച്ച് വെള്ളം നല്ല വെള്ളമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിയിരുന്നു. ഇത് പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് കുമാറിനെ KM ഷാജി പരിഹസിച്ചിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ബക്കറ്റ് എടുത്ത് വെള്ളം കോരി കാണിച്ചു കൊടുത്തു. ഇത് ഈ വെള്ളം എടുക്കാൻ താഴെ ഇറങ്ങേണ്ട ആവശ്യമില്ല, എവിടെ ഇരുന്നാൽ കോരിയാൽ കിട്ടാവുന്നുള്ളൂ. എന്തിനാണ് ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങളൊക്കെ നികേഷ് കുമാർ കാണിച്ചത് എന്നാണ് ചോദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ MV രാഘവനെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു മകനെ പോലെയാണ് ഇപ്പോൾ നികേഷ് കുമാർ പ്രവർത്തിക്കുന്നത്. മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിളർന്ന് 2 പാർട്ടിയായി തീർന്നപ്പോൾ, CMP ആയി തീർന്നപ്പോൾ അന്ന് MV രാഘവനെ എല്ലാ തരത്തിലും വേട്ടയാടിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. കൂത്തുപറമ്പിൽ 5 പേർ കൊല്ലപ്പെടാനുണ്ടായ കാരണം അതാണ്. പുഷ്പൻ മരിച്ചില്ലെങ്കിലും വർഷങ്ങളോളം പുഷ്പനെ വെച്ച് ഉണ്ടായിട്ടുള്ള പ്രചരണമെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇതെല്ലാം ചെയ്ത് MV രാഘവനെ വേട്ടയാടി അവസാനം നികേഷ് കുമാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടിമപ്പെട്ടു. പിണറായി വിജയന്റെ വലങ്കയായി മാറി. ഇപ്പോൾ പാർട്ടിയുടെ AKG സെന്ററിൽ ഒരു സ്ഥലം തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്? നാട്ടിലുള്ള കോൺഗ്രസ് MLA-മാരെയും MP-മാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും വ്യാജ പ്രചരണം ഉണ്ടാക്കാനുള്ള ഒരു സെല്ലായിട്ടാണ് തിരുവനന്തപുരം AKG സെന്റർ, പഴയ AKG സെന്റർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ AKG സെന്റർ 130 കോടി രൂപ ചെലവാക്കി പിണറായി വിജയൻ പുതുക്കിപ്പണിതു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പണിഞ്ഞത് ഒരു വലിയ പാർട്ടി ഓഫീസായി. എന്തായാലും ഭരണം ഉപയോഗിച്ച് കള്ളപ്പണം ഇതേപോലെ കമ്മീഷൻ വാങ്ങി ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ പണിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നികേഷ് കുമാറിന് ഒരു ഗുണം കിട്ടി. അവിടെ ഇരുന്നു കൊണ്ട് എത്ര വേണമെങ്കിലും തട്ടിപ്പ് നടത്താനുള്ള സൗകര്യങ്ങൾ കിട്ടി. പലരെക്കുറിച്ചും ഇല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കാനൊക്കെ അവസരം കിട്ടി. ഈ അടുത്ത കാലത്ത് നമ്മുടെ VD സതീശൻ തന്നെ ഇത് പറയുകയുണ്ടായി. ഒരാൾ എന്നെക്കുറിച്ച് ഒരു ദിവസം 10 ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഒരു ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ശരിയായ വിധത്തിലുള്ള ഒരു വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ വീഡിയോ മതി അദ്ദേഹത്തെ തകർക്കാൻ. അത് എന്നെക്കൊണ്ട് ചെയ്യിക്കരുത് എന്ന് അദ്ദേഹം വാണിംഗ് നൽകുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ UDF അനുകൂലമായ കൃത്യമായ മുന്നേറ്റമാണ് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KM ഷാജി കാസർഗോഡ് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം
യാതൊരു അയോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.